മാത്രമേ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ വണ്ടി നമ്മൾ ബില്ലടിക്കില്ല. വണ്ടി നമ്മൾ വേറെ ഡാമേജ് ബോർഡിലേക്ക് മാറ്റിയിട്ട് എന്താണോ പാട്ട് മാറ്റിയേ ബില്ലടിക്കുള്ളൂ. ഇതാ സമയത്ത് കാണാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്. ഇനിയിപ്പോൾ ഈ സാധനം, ഈ കംപ്ലയിൻറ്റ് ഓയിലിലേക്കുള്ള സാധനം, ഈ സാധനം നിങ്ങൾക്ക് 5 വർഷം വാറണ്ടി ഉള്ള സാധനമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഇറക്കിയിട്ട് ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നമ്മൾ ഉത്തരവാദിത്തമാണ്. ഇന്ന് സർവീസിലെ ആൾക്കാരില്ല. കാരണം നമ്മൾ സെയിൽസുകാർക്ക് ഇതിൻ്റെ പണി വിളിച്ച് വരുത്തി ചെയ്ത് അവൻ ആ ടെക്നീഷ്യൻ വന്നിട്ടാണ് ഇപ്പം പറഞ്ഞത് ഇന്നോർത്താണ് ലീക്ക്, പിന്നെ ഓയിൽസീൽ പോയിക്കാണ്. അതിപ്പോ തന്നെ ഓയിൽസീൽ പോയി. ആ എഗ്രിമെന്റ് തരുമോന്ന് ചോദിച്ചു. ആ എഗ്രിമെന്റ് തരുമോ? 2 ദിവസമായിട്ട് ഞാനിവിടെ വന്നപ്പോ തന്നെ ഇമാതിരി വർത്താനാണ് സെയിൽസ്മാനുകൾ പറയുന്നത്. പിന്നെ എന്താ പറയാത്ത ഇതിന്റെ ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസിനൊക്കെ വരുമ്പോ നിങ്ങളെ മോഹൻ ഇങ്ങനെ മാറൂല. നിങ്ങൾ വാക്കാല് വേണ്ട, എഗ്രിമെന്റ് എഴുതി തരും. പിന്നെ ഞാനെങ്ങനെ ഈ വണ്ടി കൊണ്ടുപോയി പറയും? ഇല്ലെങ്കിൽ ഒഴിവാക്കി തരും, ഇല്ലെങ്കിൽ ഒഴിവാക്കി വണ്ടി എങ്ങനെ വെക്കുക? ഞങ്ങളെ പേരിൽ ഇത് പേരിൽ അടവിട്ട് കഴിഞ്ഞതിന്റെ അനുസരിച്ച് അടവിട്ട് കഴിഞ്ഞിട്ട് കംപ്ലൈന്റ് ഇല്ല വണ്ടി അയച്ചു തരാം. അതാ തരാ അടവിച്ച് ഫസ്റ്റിൽ കയറ്റി കഴിഞ്ഞിട്ട് ഇജ് അടവിട്ട് കഴിഞ്ഞതിന്റെ ശേഷം ഈ വണ്ടി തരുന്നത്. അപ്പൊ ഈ കംപ്ലൈന്റ് ഉള്ള വണ്ടിയല്ലേ ഇജ് തരുന്നത്? നിങ്ങളെ പെരിക്ക് കൊടുത്തിട്ടൊന്നല്ലല്ലോ വണ്ടി തന്നിട്ട്. അതാരാ പറഞ്ഞു? അതും ഞങ്ങളെ പെരീക്കല്ലല്ലോ വണ്ടി തന്നിട്ട്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇവിടെ വന്നിട്ട് ഒരു കംപ്ലൈന്റ് നമ്മൾ നോക്കട്ടെ. അതന്നെ ചൂടാകുന്ന തന്നെയാണ്. 2 ദിവസം കൊണ്ട് ഇങ്ങനെ ഓയിൽ ഇതാവുമ്പോ എങ്ങനെ എന്റെ വീടെടുത്തെന്താ എന്ത് പൈസ എങ്ങനെ ഞങ്ങൾ ഇത് കൊണ്ട് പോകുന്നു? പിന്നെ നാളെ മേലൊക്കെ വേറെ കംപ്ലൈന്റ് വന്ന് ഇവിടെ വന്നു ഞങ്ങളെ കൊണ്ടാർത്താനും പറഞ്ഞാലോ? വരാണ്ടിരിക്കാനാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കിയിട്ട് കാര്യമല്ലല്ലോ. ഇതിലെ വണ്ടി വേറെ വണ്ടിയാക്കി വേറെ വണ്ടി എന്നാ മതി. റിപ്പയർ ചെയ്തിട്ടില്ല പരിപാടി വേണ്ട, വേറെ വണ്ടി എന്നാ മതി. അങ്ങനെ ഓപ്ഷൻ അല്ലേ? എന്നാ ഞങ്ങളെ ഇതിൽ 2 ദിവസമായിട്ടുള്ള 2-3 ദിവസമായിട്ടുള്ള അങ്ങനെ 3 ദിവസത്തിന്റെ ഉള്ളിൽ ഇതിന്റെ സ്ക്രൂ ദൂരാണ്. പിന്നെ എന്തിനാണ് വണ്ടി? പുതിയ വണ്ടി എന്തിനാണ്? അതിന് കാര്യമില്ലാന്നല്ല, അതിന് നിങ്ങൾ ഇത് കണ്ടെത്തണം. അല്ലാതെ ഈ സ്ക്രൂ ഞാൻ സമ്മതിച്ചൂല. കംപ്ലൈന്റ് സ്ക്രൂ ഊരിട്ടില്ല, കംപ്ലൈന്റ് നോക്കാൻ ഞാൻ സമ്മതിച്ചൂല. എങ്ങനെയാണ് പുതിയ വണ്ടിന്റെ സ്ക്രൂ ഊരി സമ്മതിച്ചോ? കംപ്ലൈന്റ് ഓടുമ്പോഴല്ല കംപ്ലൈന്റ് വരുന്നത്. അപ്പൊ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി തരാം. ഓടിക്കഴിഞ്ഞാൽ 55 കിലോമീറ്റർ ഓടുമ്പോൾ കംപ്ലൈന്റ് വരും. ഇതിനെന്താ ഓപ്ഷൻ ചെയ്യാം? കൊടുക്കാനാണോ? ഇതിപ്പോ ഇതിന്റെ മേജർ വർക്കാണെങ്കിൽ മേജർ വർക്കാണ്. ആ ഓയിൽസീൽ മാറ്റി ഇത്ര ഉറപ്പുണ്ടാവും. പിന്നാണല്ലോ നമുക്കിവിടെ കമ്പനികളിൽ ചെയ്യാമല്ലോ. നിങ്ങൾ ഈ 2 ദിവസത്തിൽ വന്നപ്പോ തന്നെ ഇമാര് വർത്താനല്ലേ പറയുന്നത്? അതുകൊണ്ട് കാര്യമില്ല. അപ്പത്തിന് ഡെയിലി ഇങ്ങനെ കയറ്റിയാണ് നമ്മൾ ഇങ്ങനെ അടവടക്കാം അല്ലേ? ഇതിന്റെ പിന്നാലെ ഇനി നടക്കാൻ വയ്യ. ഈ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നോടത്ത് പുതിയ എടുക്കുന്ന കംപ്ലൈന്റ് വരാക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ എടുക്കുന്നത്. എന്നിട്ട് അതിനെന്താ വേണ്ടി ഓപ്ഷൻ ചെയ്യും, മനസ്സിലായോ? അല്ലാതെ എനിക്കിപ്പോൾ ഈ വണ്ടി മാറ്റി കൊടുക്കാമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, നിങ്ങൾക്ക് അറിയാലോ. ഞാൻ പറഞ്ഞു തരുന്നല്ലോ, വണ്ടി മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളത്. വാറണ്ടി ഉള്ള വണ്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഉത്തരവാദിത്തമാണ്. 100% നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്ന ആവശ്യമില്ല. സർവീസ് ബുദ്ധിമുട്ടല്ല 5 വർഷത്തെ വാറണ്ടി. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് 2 ദിവസമായിട്ടുള്ളൂ.
അതാണ് നമുക്ക് വിശ്വാസം. 2 ദിവസത്തിന്റെ അല്ല, ഓടിയിട്ടില്ല. ഒരു മാസമായാലും ഈ വണ്ടി ഇവിടെ നിന്ന് എടുത്താണെങ്കിൽ ഇവിടെ സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്, വാറന്റി ഉള്ളതാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഉത്തരവാദിത്തം. 2 അല്ല, ഒരു മാസമായാലും 10 മാസമായാലും അപ്പൊ പിന്നെ നിങ്ങൾ ഇവിടുന്ന് ഗ്യാരണ്ടി നിങ്ങൾ എഗ്രിമെന്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് വണ്ടി വന്നല്ലോ. പിന്നെ എഗ്രിമെന്റ് ചെയ്താതെ എങ്ങനെ ഉറപ്പുമേ ചങ്ങായി നിനക്ക് ഇത് മറ്റേ നികുതി ചീട്ട് കൊടുക്കാണ്ട് അടവ് വെച്ചാണ്ട് ഇത് എടുത്തിക്കണേ. പിന്നെ ഇതില്ലാതെ പിന്നെന്ത് മുതലിൻ്റെ കൊടുത്തിക്കണേ. നിങ്ങൾ വന്നോ, വണ്ടിയായിട്ട് വന്നോ, നമുക്ക് എന്താ വേണ്ട നോക്കിട്ട് ചെയ്യാം. മുതലിൻ്റെ കൊടുത്തിക്കണത് ഞാൻ തന്നെ മാനേജർ അല്ല. അപ്പൊ ഇല്ല, സർവീസിലുള്ള ടീം വന്നതിന് ശേഷം നമുക്ക് എന്താ കംപ്ലൈന്റ് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. അതേ ഇപ്പൊ പറ്റുള്ളൂ. എനിക്ക് ഈ വണ്ടി അടുത്ത മാസം തൊട്ട് അടവില്ല. 5-ാം തീയതി തൊട്ടിട്ട് അടവില്ലേ? ഇല്ല, അടുത്ത മാസമല്ല. അത് നമ്മളെ മുതൽമക്ക കിട്ടി. അത് നമ്മളെ മുതൽക്ക അത് വേണ്ടാന്ന് പറയുന്നത്. നിങ്ങൾ ഇതിപ്പോ എപ്പോഴും അങ്ങോട്ട് കയറ്റി ഇങ്ങോട്ട് ഇറക്കിയാ ഞങ്ങൾ വെറുതെ അടവടക്ക്. ശരി, നിങ്ങൾ രാവിലെ കൊണ്ടുപോകാൻ വണ്ടി അതിന്റെ ആവശ്യമില്ല. എന്താ വെച്ചാ ഈ മാസത്തെ ഫണ്ട് ഇവര് കൊടുക്കുമ്പോ ഇവരെ കയ്യിൽ വണ്ടിയില്ല. വണ്ടി എത്ര ദിവസം ഇന്നിപ്പോ വണ്ടി കംപ്ലൈന്റ് നാളെ നാളെ മേലൊക്കെ കംപ്ലൈന്റ് വരില്ല എന്ന് ആര് കണ്ടു? നാളെ ഈ കംപ്ലൈന്റ് ഒരു മിനിറ്റ്, ഈ വണ്ടി നാളെ കംപ്ലൈന്റ് തീരൂല നിങ്ങൾ തീരുമാനിച്ചോ? ആദ്യം ഇത് നോക്കണ്ടേ, മേജർ ആണോ മൈനർ ആണോ നോക്കണ്ടേ? ഞാനൊരു കാര്യം പറയട്ടെ, മേജർ ആണോ മൈനർ ആണോ നോക്കണ്ടേ? നോക്കിയിട്ടല്ലേ തീരുമാനിക്കാം. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് നാളെ രാവിലെ വായോ. നമ്മളിങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞിട്ട് ഇതാക്കിയിട്ട് കാര്യമില്ല, ഈറ്റായിട്ട് കാര്യമില്ല. ആദ്യം നാളെ രാവിലെ വന്നിട്ട് ഇത് സർവീസ് വേറെ കുഴപ്പമൊന്നുമില്ല. മറ്റേ എന്നിട്ട് കോടതി പഠിക്കാൻ ഉപഭോക്തൃ കോടതിയിൽ തീരുമാനിക്കുക. അടവടിക്കുന്നത് അതിൽ കൊടുത്തു തീരുമാനിച്ച സ്റ്റേഷനിൽ കൊടുക്കാണ്ട് ഓനരാണ് മാനേജർ കാര്യമൊന്നുമില്ല. ഇതൊന്നും നാളെ രാവിലെ ഇത് തീരുമാനമാക്കാൻ നോക്കുക.